ആ കുട്ടിയെയും കൊണ്ടുവന്നു. ജിന്ന് ദേഹത്തേക്ക് കയറി, പിശാച്ച് ദേഹത്തേക്ക് കയറി ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അത്. ആ കുട്ടിയെയും കൊണ്ടൊരു ഉമ്മ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഹബീബായ നബി തങ്ങളവിടെ എത്തി എന്ന് കണ്ടപ്പോൾ ആ കുട്ടിയെയും കൊണ്ടുവന്നു. ഇപ്പം ജിന്ന് ദേഹത്ത് കയറൂലേ? അത് ഡിബേറ്റൊന്നും ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല, അതുള്ള സംഗതിയാണ്. ചിലതൊക്കെ ആൾക്കാർക്ക് സ്വന്തം അനുഭവം വരുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്ന് മാത്രം, അതുള്ളതാണ്. ഗെറ്റ് പൊസസ്ഡ് ബൈ ഡിമൻസ് അല്ലെങ്കിൽ ബൈ ഗോസ്റ്റ്. ഗോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ശൈത്താന്മാർ, ജിന്നുകളും ശൈത്താന്മാർക്ക് ഡീമൻസ് എന്ന് പറയും അല്ലേ. ജിന്നുകൾ ദേഹത്ത് കയറുക, പിശാച്ച് ദേഹത്തേക്ക് കയറുക, ഇത് സയൻസ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റൂല. കണ്ണേറും അങ്ങനെയാണ്. കണ്ണേർ സയൻസ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അൽ ഐനു ഹഖ്ഖുൻ, ഈവിൾ ഐ ഈസ് ട്രൂ. കണ്ണേർ സത്യമാണ്. പുണ്യനബി നിങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും നന്നായിട്ട് കായ്ച്ചൊരു മരത്തിലേക്ക് നോക്കി ഈ കണ്ണിൻ്റെ കുഴപ്പമില്ല, ഇത് ആണോ പെണ്ണോ? കുറേ പെണ്ണുങ്ങളാണ് ഇതിൽ ഉണ്ടാവാറില്ല, കഥാപാത്രങ്ങൾ അധികം. എന്താ ഇപ്പോൾ കുറേ നഴ്സറി കുട്ടികൾ നിൽക്കണമാതിരി നിൽക്കണ്ടല്ലോ എന്നാണ് പറഞ്ഞാൽ പിറ്റത്തെ കൊല്ലം മുതൽ ചക്ക ഉണ്ടാവില്ല. തേങ്ങ കൊഴിഞ്ഞ് ആ തെങ്ങിന് തന്നെ ഇടി തട്ടിയിട്ട് തലങ്ങ് ചെത്തിപ്പോവാറുണ്ട്. എൻ്റെ സുഹൃത്തൊരു കഥ പറഞ്ഞു. വണ്ടി നാട്ടിൽ ഈ ഗൾഫിലൊക്കെ ഉള്ളൊരു വണ്ടി കാർ പോർച്ചിൽ ഇങ്ങനെ ഇട്ടിട്ട് നാട്ടിൽ എത്തുമ്പോഴല്ലേ എടുക്കുള്ളൂ. അങ്ങനെ വണ്ടീനൊക്കെ തൊത്തി തുടച്ച് കുളിപ്പിച്ച് പുറത്തിറക്കിയതാണ്. അപ്പോൾ അവിടെ ഒരു ഉമ്മ ഉണ്ട്. ഈ ഉമ്മ പറഞ്ഞ പ്രശ്നമാണ്. ഇങ്ങനത്തെ ഒരു പറയാണ്ടിരിക്കില്ല, അങ്ങ് പറയും ചെയ്യും. അപ്പോൾ എവിടെയോ ഹോസ്പിറ്റലിലോ ഇവിടെ പോകാൻ വേണ്ടിയിട്ട് വണ്ടി റെഡിയാക്കി മുറ്റത്ത് നിർത്തിയപ്പോൾ ഈ ഉമ്മ വന്ന അയൽവാസിയാണ്. ഇത് എപ്പോഴേ കൂട്ടുന്ന് പുറത്തിറങ്ങിയോ എന്ന് ചോദിച്ചു. കിടക്കണ ഒരു തേങ്ങ വന്ന് നേരെ വിൻഡ് ഷീൽഡ് മുമ്പിൽ ആ ഗ്ലാസ് ഓൺ ദ സ്പോട്ട് പൊട്ടി. പ്രതീക്ഷിച്ചാണ് ഉമ്മ പറഞ്ഞത് സംഭവിക്കുന്നു. ഇതൊന്നും സയൻസ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റൂല. അവിടെ ഒരു ഈവിൾ സിഗ്നൽ നടക്കുന്നുണ്ട്, അവിടെ ഒരു ഈവിൾ റൈസ് അവിടെ നിന്ന് പാസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഒരു ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്താലും കാണാൻ കഴിയില്ല. പക്ഷേ അൽ ഐനു ഹഖ്ഖുൻ, ഇത് അനുഭവമാണ്. പുണ്യനബി പറഞ്ഞു കണ്ണേറ് സത്യമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചെറിയ മക്കളെയൊക്കെ കാണുമ്പോഴേ ഹാവൂ എന്ന് പറഞ്ഞ് മക്കളെ നമ്മൾ എടുക്കരുത്. മാഷാ അല്ലാഹ് തബാറക്കർ റഹ്മാൻ എന്ന് പറയണം. നമ്മൾ ചോറ് കൊടുക്കണതൊന്ന് ഹോൾഡ് ചെയ്യല്ലേ? ഇപ്പോൾ കൊടുക്കണോ? കൊടുക്കുന്നുണ്ട്. എന്താ പരിപാടി? അത് കൊടുത്താൽ പിന്നെ സമാധാനത്തിലിരിക്കല്ലേ? എന്നാൽ കൊടുത്തോളി. അത് ലാസ്റ്റ് തരുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതുവരെ അവിടെ ഇരിക്കും. ചിലപ്പോൾ കിട്ടിയാൽ പോകാൻ താല്പര്യമില്ല, പോയിക്കോട്ടെ. നറുക്കെടുപ്പുണ്ട്, ഉംറക്കുള്ള സെലക്ഷൻ കിട്ടും. അത് ഇവിടെ ഉള്ളവർക്കേ കിട്ടുള്ളൂ കേട്ടോ. കുടുങ്ങി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഇതാ ഇവിടെ സംഗതി കുലുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉസ്താദ്. അത് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതാണോ നറുക്കെടുപ്പണോ? ഇവിടെ ഉള്ളവർക്കേ കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം എടുക്കുന്നുണ്ട് ഉസ്താദെ? അതെ, ഇഷ്ടമുണ്ട്. ഒരു 10 രൂപ കഴിഞ്ഞിട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഈ ഭക്ഷണം ഇത് പാകം ചെയ്യണം, കൊണ്ടുവരണം, വിതരണം ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്ന നമ്മുടെ വോളണ്ടിയർമാർ, നമ്മുടെ പ്രവർത്തകന്മാർ, അള്ളാഹുർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. കുഞ്ഞിന് ജിന്നുബാധയുള്ളൊരു കുഞ്ഞുമായിട്ട് ഹബീബിൻ്റെ മുമ്പിലേക്കൊരു ഉമ്മ വന്നത് ഹദീസിൻ്റെ ചരിത്രമാണ്. ഹദീസാണത്. ആ ഉമ്മ വന്നിട്ട് പറഞ്ഞു, നബിയേ എൻ്റെ കുഞ്ഞിന് പ്രയാസമുണ്ട്, നബിയേ എൻ്റെ കുഞ്ഞിന് പ്രയാസമുണ്ട്. ജിന്നുബാധയുള്ളൊരു കുട്ടി, ഭ്രാന്തുള്ള കുട്ടി എന്നും പറയാം. ഇതാണ് മൂന്നാമത്തെ സംഭവം. ആദ്യത്തേത് ഒട്ടകം കരഞ്ഞത്, രണ്ടാമത്തേത് എന്തായിരുന്നു? ആ വൃക്ഷം നടന്നു വന്നത്. മൂന്നാമത്തേത് ഈ കുട്ടിയുടെ കഥയാണ്. അബ്ദുബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്ന സ്വഹീഹായ ഹദീസ് എന്ന ഹദീസ് പണ്ഡിതന്മാർ പറയുന്ന ഈ സംഭവം, ജിന്ന് ബാധയുള്ള കുട്ടി, ദേഹത്ത് ജിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ പലതും സംസാരിക്കും. ജന്മത്തിൽ സംസാരിച്ചിട്ടില്ലാത്ത ഭാഷയിൽ കുട്ടി സംസാരിക്കും. തമിഴ് ജീവിതത്തിൽ പറഞ്ഞില്ലാത്ത ആൾ തമിഴൊക്കെ കൂളായി പറയും. ഇംഗ്ലീഷ് അറിയുന്ന ജിന്ന്, വിദ്യാഭ്യാസ ഡിഗ്രിയുള്ള ജിന്ന് കയറിയ പറയും. നോർമലാണ്. സയൻസ് സൈക്കോളജി പറയും ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടാളവിടെ ഉണ്ട്. ഒന്ന് ജിന്നു ഒന്ന് മനുഷ്യനാണ്. തന്നെ ഡുവൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഇത് ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറയും. അതുള്ളതാണ്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് ആ കുഞ്ഞിൻ്റെ മൂക്കിന് പിടിച്ചു. മിൻഹർ എന്ന് പറഞ്ഞാൽ ഈ മൂക്കിൻ്റെ ഭാഗം. മൂക്കിന് പിടിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഉഖ്റുജ് ഇന്നി മുഹമ്മദുൻ റസൂലുള്ളാഹ്,
ജിന്നേ പുറത്തു പോ, പിശാചേ പുറത്തു പോ, ഞാൻ മുഹമ്മദാണ് റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലായ മുഹമ്മദ് നബിയാണ് ഞാൻ. ഇത് പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ മൂക്കിനൊരു പിടുത്തം പിടിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയോട് പറഞ്ഞു പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളും പോന്നു, ഉമ്മ കുട്ടിയേറ്റും പോയി. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ അവിടെ വെള്ളമുണ്ട്, ചെറിയൊരു വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. ആ വെള്ളം അന്വേഷിച്ച് ഞങ്ങൾ ആ വഴിയിലൂടെ തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് തിന്നാൻ വേണ്ടി മധുരവും മാംസവും ഈത്തപ്പഴവുമായി ഉമ്മ ഓടി വന്നു. പുണ്യനബി പറഞ്ഞു, മാംസമൊന്നും വേണ്ട, ഈത്തപ്പഴുണ്ട്, അത് സ്വഹാബികൾ കൂടെ ഉണ്ട്, അവർക്ക് കൊടുത്തുകയെന്ന് പറഞ്ഞു. ഉമ്മയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കുട്ടിക്ക് എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, ആരാണോ അങ്ങയെ ലോകത്തേക്ക് നബിയായി നിയോഗിച്ചത് ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ റഅയ്നാ മിൻഹു രീബൻ ബഅദക, അങ്ങ് ആ മൂക്കിന് പിടിച്ച് ആ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം എൻ്റെ കുട്ടിക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായില്ല നബിയേ എന്ന് ആ ഉമ്മ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജാബിറേ ഇന്നി ലഅരിഫു ഹജറൻ ബിമക്ക കാനത് തുസല്ലിമു അലയ്യ, ഞാൻ നബിയാകുന്നതിൻ്റെ മുമ്പ് ഖബ്ല അൻ ഉബ്അസ ഇന്നി ലഅരിഫുൽ ആൻ. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണിത്, സ്വഹീഹായ ഹദീസ്, സ്വഹീഹ് മുസ്ലിമിൽ. മക്കയിലെ ഒരു കല്ല് ജാബിർ ബിൻ സമുറ എനിക്കറിയും, കാനത് തുസല്ലിമു അലയ്യ, ഞാൻ അരികത്തുകൂടെ നടന്നു പോകുമ്പോൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഞാൻ നബിയാകുന്നതിൻ്റെ മുമ്പ് 40 വയസ്സിന് മുമ്പ് എന്നെ കാണുമ്പോൾ റസൂലുള്ളാഹിയെ, അള്ളാഹുവിൻ്റെ റസൂലേ അങ്ങേക്ക് അള്ളാഹിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് എന്നോട് സലാം പറഞ്ഞിരുന്നൊരു പാറക്കല്ല് എനിക്കിപ്പോഴും അറിയും ജാബിറേ, കണ്ടാൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരും ജാബിറേ എന്ന് മദീനയിലുള്ള ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ലുകൾ ജീവനുള്ള കാര്യം പറയണോ? സ്വഹാബികളൊക്കെ എന്താ അവസ്ഥ, എന്താ അതല്ല, അവർ തങ്ങളുടെ വഫാത്തൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നത്. അതുകൊണ്ടാണ് അവർ പേടിച്ചു പോയി. നമ്മൾ ഉമ്മയും വാപ്പയും മരിച്ചാൽ എന്താ നമ്മുടെ വേദന? സ്വഹാബത്തിന് തങ്ങൾ പോകുന്നതിൻ്റെ വേദന ആലോചിച്ച് നോക്കി. ഉമ്മയും വാപ്പയും പോയാലും അങ്ങ് ജീവിക്കണം എന്ന് പറഞ്ഞ സ്വഹാബികളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കൈകളിൽ നിന്നുകൊണ്ട് കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്.